അങ്ങനെ തിരുനെല്ലി രാത്രി കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി പോകുന്നത് നാഗർഹോളയാണ്. അപ്പം നാഗർഹോള കാടും അതുപോലെ തന്നെ കബിനി ഫോറസ്റ്റും പിന്നെ നേരെ നമ്മൾ അതുവഴി കറങ്ങി കാട്ടിക്കുളം വഴി നേരെ വയനാട് മുത്തങ്ങ ബന്ദിപ്പൂരും മുതുമല അങ്ങനെ പോകുന്നത്. കാരണം നമുക്ക് കാട്ടിക്കുളത്തേക്ക് എത്തിയാൽ മാത്രമാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾക്ക് എല്ലാം പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഓർക്കുക, ഈ പോകുന്ന അതായത് നാനാച്ചി നാഗർഹോള എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് വെരി വെരി ഡേഞ്ചറസ് ഫോറസ്റ്റ് തന്നെയാണ്. കടുവകളുടെ മെയിൻ സെൻറ്ററാണ് ഇതൊരു പ്ലേസ്. ബൈക്കുകൾക്കൊന്നും ഇവിടെ അലൗഡ് അല്ല, കാറുകൾക്കാണ്. പിന്നെ വൺ വേ, അതായത് നമുക്ക് അങ്ങോട്ട് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചു വരണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും റൂം എടുത്താൽ മാത്രമേ തിരിച്ചിങ്ങോട്ട് പോരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലേ? ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പോവുക. പിന്നെ ഈ ടൈം നല്ല വെയിലായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വിരളെന്ന് തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു നാഗർഹോള ടൈഗർ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കബിനി പോലെ തന്നെ കബിനി ഒരു കാട് തന്നെയാണ് ഈ ശരിക്കും ഈ രണ്ട് പേരായിട്ട് പറയുന്നത്. അതായത് നമ്മൾ കേരളം, ആന്ധ്ര, കർണാടക എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫോറസ്റ്റ് ഏരിയ വരുന്നത്. അതിന് പിന്നെ കബിനി കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ പറഞ്ഞ നാഗർഹോള വരുന്നത്. അപ്പോൾ നമ്മൾ കബിനി കഴിഞ്ഞ് കറങ്ങി നാഗർഹോള ഇറങ്ങി പിന്നെ കാട്ടിക്കുളം വരും. അപ്പോൾ ഈ നാഗർഹോള എത്തുമ്പോൾ തന്നെ വേറൊരു ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വേറൊരു ചെക്ക് പോസ്റ്റ്, ആനയുടെ നല്ല പ്രതിമയ്ക്ക് വെച്ച് നല്ലൊരു ചെക്ക് പോസ്റ്റാണ്. അത് കാണിച്ചു തരാം, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഒറ്റ കാടിന് നമ്മളിങ്ങനെ കറങ്ങി എത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അലൗഡ് ഇല്ല, വൺ വേ ആണ്, അങ്ങോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ബൈക്കൊന്നും അലൗഡ് അല്ല. നമുക്ക് അവർ പറഞ്ഞ ടൈമുണ്ട്, ആ ടൈമിൽ നമ്മൾ എത്തിയിരിക്കണം. എത്തിയില്ലെങ്കിൽ 1000 രൂപ ഫൈനാണ്. 1 മണിക്കൂറോട് നോക്കും. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയെങ്കിൽ, അത് ഇന്ദിരാഗാന്ധി ചെക്ക് പോസ്റ്റിൽ എത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ 1000 രൂപ ഫൈൻ അടിക്കും. അത് കൺഫേം ആണത്. ഭയങ്കര സ്ട്രിക്റ്റ് എന്നാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി നമുക്ക് നല്ലൊരു കാട്ടിനെ കൊമ്പനെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അടുത്തൊരു കൊമ്പനെ കാണാൻ പറ്റി. വീണ്ടും നമുക്കൊരു കാട്ടുകുതിരനെ കാണാൻ പറ്റി. നമ്മളല്ലേ. അപ്പം അങ്ങനെ ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി. വേറെ ഒരുപാട് ഇതിനെ കാണാമെന്ന് കരുതി, പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തായാലും ഈ ഒരു 3 കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്ര ദൂരം വന്ന് വെറുതെ ആയില്ലല്ലോ. അപ്പോൾ അതന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ചൂടൊന്നും പറയാൻ പറ്റില്ല, അസാമാന്യമായ ചൂട് തന്നെയാണ്, ഒന്നും പറയണ്ട. കാരണം വെച്ചാൽ നമുക്ക് തന്നെ കാറ് തന്നെ ഒരുപാട് ചൂട് പിടിക്കണം. അപ്പോൾ വീർക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് തങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതാണ്. പിന്നെ രാത്രിയൊന്നും അലൗഡ് അല്ല, കാരണം ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയൊരു ഏരിയ തന്നെയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ പോകുന്നിട്ട് തന്നെ 1-2 വണ്ടി വന്നത്രേ ഉള്ളൂ. ഞങ്ങൾ മാത്രം ശരിക്കും കാട്ടിൽ പോകണമെന്നുള്ളൂ. ഇപ്പോൾ ഇവിടേക്ക് ശരിക്കും നല്ല എന്താ പറയുക, വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഫുള്ള് മറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക യാത്ര കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ വരാൻ നോക്കുക. അതായത് 6 മണിക്ക് മുമ്പ് നമ്മളിവിടെ എത്താൻ നോക്കുക. എന്നാൽ മാത്രമേ അവർ പ്രവേശിപ്പിക്കുകയുള്ളൂ. നമ്മൾ അത്രയും ദൂരം വന്ന് നമ്മൾ ഇവിടെ 6 മണിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വെരി വെരി സ്ട്രിക്റ്റാണ്, അത് ഇപ്പോഴേ പറയാം. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഇവരെ എൻട്രി ടൈമുള്ളൂ. അതുപോലെ തന്നെ അവിടെ എത്തുന്ന ടൈമും 1 മണിക്കൂർ എത്തണം. എത്തിയില്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ അടിക്കും, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരെ കബിനിയാണ്. കബിനി നമ്മൾ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്തില്ല. പക്ഷേ അവിടെ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്താൽ മാത്രമേ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കബിനി ഫോറസ്റ്റിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകുന്നുള്ളൂ, ഫോറസ്റ്റിലേക്ക് എത്തുന്നില്ല. നമുക്ക് നേരെ കാട്ടിക്കുളമാണ്. അപ്പോൾ ആ ഒരു റൂട്ട് നിങ്ങൾ ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ സെയിം തന്നെ, ഈ സെയിം ഫോറസ്റ്റിൻ്റെ പോലെ തന്നെയാണ്. അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. വല്ല മൃഗങ്ങളെ കണ്ടാൽ മാത്രമേ നമുക്ക് പിന്നെ അത് എടുത്തിടാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല, ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കബിനി പോണ വഴിയാണ് ഈ ഒരു ചെക്ക് ഡാം കണ്ടത്. അവിടെ ഒരു ഡാം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കാട്ടിക്കുളത്തേക്കാണ്. അപ്പോൾ വേറെ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച്. അപ്പോൾ മഴക്കാലത്ത് മാക്സിമം വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ കാട്ടിക്കുളത്തേക്കാണ്, അവിടെ നിന്ന് നേരെ മുത്തങ്ങ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.